ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയാണ്. അപ്പോൾ ഇനി കാണുന്ന എപ്പിസോഡിൽ ശാലിനി വിഷ്ണു ഒന്നിച്ചുള്ള ജീവിതത്തിൽ വിഷ്ണുവിൻ്റെ അതിയായ സന്തോഷമാണ്. പക്ഷേ എന്നാലും കുത്തിത്തിരിപ്പും കന്നന്തിരിവും മാറാതിരിക്കുന്ന സത്യഭാമയ്ക്ക് ശാലിനിയുടെ വില മനസ്സിലാകുന്ന ഒരു എപ്പിസോഡ് തന്നെയാണിത്. കാരണം ശാലിനിയുടെ പദവിയെ പുച്ഛിക്കുന്ന അവരുടെ മുന്നിൽ തന്നെ ശാലിനിയെ ആശ്രയിക്കണം എന്ന അവസ്ഥയെ കൊണ്ട് നിൽക്കുന്ന ഒരു എപ്പിസോഡാണിത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നുണ്ട്. കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കാൻ കേട്ടോ. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നതിനെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സഹോദരങ്ങൾക്കിടയിലുള്ള അത്രമാത്രം ആത്മാർത്ഥമായൊരു സ്നേഹമാണ് കാണുന്നത്. കാരണം ശ്യാമയുടെ അവസ്ഥ കണ്ട് ശാലിനിക്ക് അത്രമാത്രം സങ്കടം. അപ്പം ഇതെന്തോ രോഹിത് എന്താ പറഞ്ഞൊക്കെ ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, പറയാനാ ശാലിനി, ഞാൻ എന്ത് പറയും, ശ്യാമയുടെ ഏറ്റവും വലിയ ഔഷധം അവളുടെ കുഞ്ഞേച്ചി മാത്രമാണ്. ശാലിനി മാത്രമേ അവളെ ഇനി രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ശാലിനിയെ വന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിന്. സത്യാമ്മയുടെ എതിർപ്പൊക്കെ മാറ്റി നിർത്തിയിട്ടും ശാലിനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ശ്യാമയ്ക്ക് ഇനി വേണ്ട ശാലിനി മാത്രം തന്നെ. കണ്ടില്ലേ, അതിൻ്റെ നല്ല ഫലം കാണുന്നുണ്ട്. ശ്യാമയുടെ മുഖത്ത് നോക്ക്, എന്തൊരു പ്രസരിപ്പായി. ഇപ്പം എൻ്റെ ശ്യാമയുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരി പോലും കാണും. ശാലിനി നോക്കുക, ആ മുഖത്ത് ആ ഒരു തെളിച്ചം കണ്ടോ. ശാലിനിയെ കണ്ടതിന് ശേഷമാണ് കുഞ്ഞേച്ചി എന്നൊരു വാക്ക് മാത്രമേ എൻ്റെ ശ്യാമയുടെ വായിൽ നിന്ന് വീഴുന്നുണ്ട്. അവളുടെ വായിനടുത്തേക്ക് ഭക്ഷണം കൊണ്ടുപോയാൽ പോലും അവൾ അത് കഴിക്കാൻ പോലും വാ തുറക്കാതെ കുഞ്ഞേച്ചി എന്ന് മാത്രം പറയാനാണ് വാ തുറക്കുന്നത്. അപ്പം ശാലിനിക്ക് ഭയങ്കര സങ്കടമാവും. ഇവിടെ നല്ല ഭക്ഷണം ഇരിപ്പുണ്ട് രോഹിത്തെ. അപ്പം രോഹിത് എന്താണ് കഞ്ഞി കൊണ്ടുവന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇതിനിപ്പോഴും ചൂടുണ്ട്. നേരത്തെ കുറേ വട്ടം കൊണ്ടുവന്ന് തിരിച്ച് കൊണ്ടുപോകുന്നല്ലാതെ ശ്യാമ ഒരു പറ്റ് കഴിക്കാൻ ഇതുവരെ നിന്നിട്ടില്ല. അപ്പോഴത്തേക്കും ശാലിനി എന്താണ് ശ്യാമയെ പിടിച്ചെത്തിയിട്ട് പറയുവാണ്, നമുക്ക് അല്പം കഞ്ഞിവെള്ളം കുടിക്കാം മോളെ എന്ന് പറയുമ്പോഴത്തേക്കും, കാരണം ഒന്നും കഴിക്കാതെ നിന്നില്ലേ, അപ്പോൾ ആദ്യം കഞ്ഞിവെള്ളത്തിൽ തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് എന്താണ് ആദ്യം കഞ്ഞിവെള്ളം കൊടുക്കണം. അപ്പം കഞ്ഞിവെള്ളം കുടിക്കുമ്പോഴത്തേക്കും ശാലിനി പറയുന്നതുകൊണ്ട് എന്താണ് വാ തുറന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം എന്താണ് ശാലിനി കൊടുക്കുന്നതനുസരിച്ച് ശ്യാമ കഴിക്കുന്ന കാണുമ്പോൾ രോഹിത്തിന് അത്രയ്ക്ക് സന്തോഷമാണ്. കാരണം കുഞ്ഞിച്ചിന്ന് മാത്രം സംസാരിച്ച ശ്യാമ ഇപ്പം എന്താണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷം. അപ്പം ശ്യാമയുടെ വായിലേക്ക് ഒഴിക്കുന്ന എന്താണ് കഞ്ഞി എന്താണ് സൈഡിലേക്ക് അങ്ങ് പോകുമ്പോഴത്തേക്കും ശാലിനി തൻ്റെ എന്താണ് സാരിയുടെ ആ തുമ്പ് കൊണ്ട് തുടയ്ക്കാൻ പോകും. അപ്പം രോഹിത് പറയും, അയ്യോ ശാലിനി വേണ്ട, ഞാൻ വേറെ ടവൽ എടുത്ത് തരാം, ഷാനിയുടെ സാരി മൊത്തം അഴുക്കാകും. എന്ത് രോഹിത്തെ, എൻ്റെ സാരി അഴുക്കാകാന്നൊക്കെയോ. രോഹിത്തിന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ 3 കൂടപ്പിറപ്പുകളെ പണ്ട് ഒരിക്കലൊക്കെ ആണെങ്കിൽ 3 പേരും ഒരേ വസ്ത്രം മാറി മാറി ഇട്ടിട്ടുണ്ടായിരുന്നു. 3 ശരീരമാണെന്നേ ഉള്ളൂ, ഒരേ മനസ്സായിരുന്നു ഞങ്ങൾക്ക്. എവിടെയെങ്കിലും ഞങ്ങൾ ആറ്റിലോ കുളത്തിലോ എവിടെ പോകാൻ നിന്നാലും ഒരു പാലത്തിൽ കൂടെ പോയാലും 3 പേരും ഒരുമിച്ച് കൈ പിടിച്ചുകൊണ്ട് പോകും. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലും ഒരുമിച്ച് തന്നെ എന്നാ ഒറ്റ പ്രതീക്ഷയിൽ ജീവിച്ചവരാണ് ഞങ്ങൾ. 3 ശരീരമാണെങ്കിലും ഒറ്റ മനസ്സായി ജീവിച്ച ഞങ്ങൾക്കാണോ ഈ സാരിയുടെ കാര്യമൊക്കെ പറയുന്നത്? ഇവർക്ക് വേണ്ടി എൻ്റെ സാരി അഴുക്കായ എന്താൽ എനിക്ക് അതൊന്നും വലിയ പ്രശ്നമുള്ള രോഹിത്തെ. അത് മാത്രമല്ല എൻ്റെ ശ്യാമയ്ക്ക് വേണ്ടി, ഇവിടെ എൻ്റെ സഹോദരി മാത്രമല്ല, ഇവളെ എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ്. അവർക്ക് വേണ്ടി എൻ്റെ ഈ കളക്ടർ പദവിയോ എൻ്റെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും എന്താണ് വേണ്ട എന്ന് വെക്കുമെന്ന് നമ്മുടെ ശാലിനി പറയുന്നത് കേട്ട് രോഹിത്തിന് അവർ ആ ഒരു ആത്മബന്ധത്തിൻ്റെ ആ ഒരു സ്നേഹം മനസ്സിലായി. രോഹിത് അവിടെ എന്താണ് സ്തംഭിച്ച് നിൽക്കുവാണ്. അപ്പം ശ്യാമയ്ക്ക് എന്താണ് കുഞ്ഞിച്ചി ഇങ്ങനെ വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാണിക്കുവാണ്. ഇവിടെ താഴെ നിന്ന് പുഞ്ചിരിക്കുന്ന ഒരാളുണ്ട്. അതാരാന്നറിയോ? നമ്മുടെ വിഷ്ണുവാണ്. ഒറ്റയ്ക്ക് എന്താണ് ഭയങ്കര മനസ്സിൽ നിന്ന് അങ്ങ് ചിരി അങ്ങ് പുറത്തേക്ക് അങ്ങ് വരുവാണ്. കാരണം അടക്കി പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല. മുഖത്തേക്ക് അങ്ങ് ആ ചിരിയും ഒരു പ്രണയത്തിൻ്റെ ചിരിയൊക്കെയാണ് ഇപ്പം നമ്മുടെ വിഷ്ണുവിൻ്റെ മുഖത്ത് അങ്ങ് തെളിഞ്ഞിരിക്കുന്നത്. കാരണം ശാലിനി വന്നല്ലോ, ശാലിനി എൻ്റെ കൂടെ ഈ വീട്ടിലാണല്ലോ. കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ഹാപ്പി ത്രില്ലിൽ നിൽക്കുകയാണ് നമ്മുടെ വിഷ്ണു. അപ്പം വിഷ്ണുവിൻ്റെ മുഖത്ത് വിഷ്ണുവിൻ്റെ ആ ഒരു സന്തോഷം സ്പഷ്ടമായി തന്നെ അങ്ങ് എന്താണ് പ്രകടമാവും. അപ്പം വിഷ്ണു ഈ സന്തോഷം നിൽക്കുമ്പോഴാണ് ആ ഭാഗത്ത് ഈ കാർത്തിക വരുന്നത്. കാർത്തികയുടെ മുഖം ആണെങ്കിലോ പന്തം കണ്ട് പെരിച്ചാഴിയെ പോലെ അങ്ങ് ഇരിക്കുകയാണ്. അപ്പം അത് കണ്ടിട്ട് കാർത്തികയുടെ മുഖത്തിൻ്റെ ഒരു ഭാവവ്യത്യാസം വിഷ്ണു പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. വിഷ്ണു പറയുന്നുണ്ട്, എടോ തനിക്കിപ്പോൾ എന്ത് തോന്നടോ എന്ന് വിഷ്ണു എന്താണ് മനസ്സിൽ ആ ഒരു ഭയങ്കര വെമ്പലോടുകൂടി ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും കാർത്തിക, എനിക്കെന്ത് തോന്നാൻ, അല്ലടോ ശാലിനി വന്ന കാര്യത്തിൽ തനിക്ക് എന്ത് തോന്നുന്നു? അത് ഞാനിപ്പോൾ എന്ത് പറയാനാ എന്നൊക്കെ പറയുമ്പം ഇവളുടെ മുഖത്ത് ആ ഒരു മ്ലാനതയുണ്ടല്ലോ, അത് വിഷ്ണുവിന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. തൻ്റെ മുഖത്ത് എന്താണോ ഒരു ഭയങ്കര പേടി പോലെ, താൻ എന്തിനാണോ പേടിച്ചിരിക്കുന്നത്? അപ്പോഴത്തേക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞ് തീർക്കുന്നതിന് മുന്നേ തന്നെ അവിടെ രാഘവേട്ടൻ വന്നിരുന്നതുകൊണ്ട് വിഷ്ണുവിൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ തന്നെ അങ്ങ് രക്ഷപ്പെട്ട്. അപ്പോഴത്തേക്കും തന്നെ രാഘവേട്ടൻ അവിടെ വന്ന് ഇരുന്നതേ ഉള്ളൂ. സത്യഭാമയുടെ എഴുന്നള്ളത്ത് അവിടെ ആയിക്കഴിഞ്ഞു. അപ്പോൾ സത്യഭാമ വന്നത്, സത്യഭാമയ്ക്ക് എന്താണ് ഈ കാറി 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 തൊണ്ട പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ തൊണ്ട പൊട്ടിയ അവസ്ഥയ്ക്കകത്ത് പൊന്നി പൊന്നി എന്ന് വീണ്ടും വിളിച്ച് കൂവാണ്. അപ്പോഴത്തേക്കും കാർത്തിക് അടുത്ത് തന്നെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ പൊന്നി ഇതുവരെ വന്നില്ലേ? വന്ന് സത്യാമ്മ വിളിക്കട്ടെ, സത്യാമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറ, ഞാൻ കൊണ്ടുവരാം. അപ്പോഴത്തേക്കും എന്താ പറയുന്നത്, എനിക്ക് അല്പം വെള്ളം വേണം. പൊന്നി വിളിക്കുമ്പോഴത്തേക്കും പൊന്നി എന്താണ് അല്ലെങ്കിൽ ആ വെള്ളവും ഗ്ലാസും കൊണ്ട് വരുന്നതും ആ വെള്ളം മേടിക്കുന്നതിന് സത്യഭാമ പറയുവാണ്, ഭയങ്കര തൊണ്ടയ്ക്ക് എന്തോ എന്താണ് ഒരു പ്രശ്നം പോലെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാഘവേട്ടൻ ഇട്ട് എന്താ 4 കൊടുക്കുവാണ്. എങ്ങനെ വരാതിരിക്കും ബാമേ, നീ അത്ര മാത്രമല്ല തൊണ്ട കീറി അങ്ങ് വലിച്ച് പൊട്ടിച്ചുകൊണ്ടിരുന്നത്, പിന്നെ തൊണ്ടയ്ക്ക് പിന്നെ പണി വരാതിരിക്കൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രാഘവേട്ടൻ നിങ്ങൾ ചുമ്മാ ചൊറിയുന്നില്ല. അപ്പോഴത്തേക്കും കറക്റ്റ് പൊന്നി ചേച്ചി വെള്ളം കൊടുക്കുമ്പം ആ വെള്ളം അങ്ങ് കുടിക്കുവാണ്. എന്നിട്ട് പൊന്നിയോട് പറയാം, ആ
നിൻ്റെ കുഞ്ഞിനെങ്ങനെയുണ്ട്? കുഴപ്പമില്ല സത്യാമ്മേ, എല്ലാം ശരിയായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആ, നീ വരണമെന്നില്ല എന്ന്, നീ മെല്ലെയൊക്കെ വന്നാൽ മതി. ഇപ്പം എന്താണ്ട് ഇവിടെ വീട്ടിൽ ആളംഗങ്ങളൊക്കെ ഇച്ചിരി കൂടുതലാന്നേ. പിന്നെ പോരാത്തതിന് ഇപ്പം പുതിയൊരു ഹോം നേഴ്സ് വന്നിട്ടുണ്ട്, അത് നിനക്കറിയത്തില്ലേ ശ്യാമേ നോക്കാം. അപ്പം പൊന്നിക്ക് വരെ മുഖം അങ്ങ് വാടുവാണ്. കാരണം ശാലിനി അത്രമാത്രം തരം താഴ്ത്തി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ശാലിനി ഇന്നിരിക്കുന്ന തസ്തികയ്ക്ക്, ഒരു മരുമകൾ എന്ന തസ്തിക കാണേണ്ട ശാലിനിനെ അതിനേക്കാളും തീരെ ഒരു വേലക്കാരിയേക്കാളും താഴെ രീതിക്കകത്ത് കാണുന്ന ആ ഒരു മനോഭാവം ഉണ്ടല്ലോ. കാരണം ശാലിനി എത്രമാത്രം പടി ഉയർന്നാലും ശാലിനി എനിക്ക് ഈ രീതിയിലേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു ചായക്കടക്കാരിയുടെ മകൾ എന്ന ആ ഒരു വികൃത ചിന്തയ്ക്കകത്ത് കാണുന്ന ഒരു ജമ്മി പ്രമാണി സ്വഭാവം തന്നെയാണ് ഈ സത്യഭാമ അവിടെ കാണിക്കുന്നത്. അപ്പം പൊന്നിക്ക് വരെ അത് കേട്ടിട്ട് എനിക്കത് കേട്ട് അത്ര തീരെ സുഖിച്ചിട്ടില്ല. കാരണം ശാലിനി കുഞ്ഞിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് സത്യഭാമ പറയുന്നത്. അപ്പോഴത്തേക്കും വീണ്ടും സത്യഭാമ വിടുന്നില്ല. സത്യഭാമ അടുത്ത പറയുകയാണ്, കാരണം ഇവിടെ ഇപ്പം എന്താണ് ബാക്കിയുള്ള പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് അടുക്കളയിൽ കയറിയ തീരാവുന്ന പണികളെ ഇവിടെ ഉള്ളൂ. അപ്പം ഓരോരുത്തർക്കും കുറച്ച് നിന്ന് കയറി അങ്ങ് വെച്ച് വിളമ്പാമല്ലോ. ഇവിടെ ആർക്കാ ഇത്ര ബുദ്ധിമുട്ട്? അതായത് ശാലിനിനെ ഈ വീട്ടിലെ ജോലിക്കാരിയാക്കിയാണ് താൻ കാണുന്നതെന്ന മട്ടിലാണ് ഈ സത്യഭാമയുടെ ഈ സംസാരം. ഈ സത്യഭാമയുടെ വായിന്ന് വീണപ്പോഴത്തേക്ക് രാഘവേട്ടൻ രാഘവേട്ടൻ മാന്താൻ തുടങ്ങി. രാഘവേട്ടൻ പറയുന്നുണ്ട്, ആ ഭാമേ, നിൻ്റെ മോഹമൊക്കെ ഭയങ്കരമായി പോയല്ലോ, എന്തൊക്കെയാ ഭാമേ നീ സങ്കല്പിക്കുന്നത്? ദേ രാഘവേട്ടൻ എഴുതാപ്പുറം വായിക്കുന്നെങ്കിലേ, ഞാൻ എഴുതാപ്പുറം വായിക്കല്ലോ ഭാമേ, ഞാൻ നീ എഴുതിയ പുറം തന്നെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ എന്തായാലും കൊള്ളാം ഭാമേ എന്ന് പറഞ്ഞ് അടുത്ത ഡയലോഗ് 5-ആം മിനിറ്റ് നമ്മുടെ രാഘവേട്ടൻ വരുമ്പോഴത്തേക്കും വിഷ്ണുവിന് ഒരു പെട്ടെന്നൊരു കോൾ വരും. അപ്പോൾ ആ കോൾ എടുത്തിട്ട് വിഷ്ണു ഭയങ്കര അങ്ങ് വിറഞ്ഞുകൊണ്ടാണ് കോൾ എടുക്കുന്നത്. അത് എന്താ കാണുന്നില്ലയോ ഇപ്പം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആർക്കും ഒന്നും മനസ്സിലാകും. അപ്പോഴത്തേക്കും വിഷ്ണു താഴെ പറയുന്നുണ്ട്, പപ്പി മോളെ കാണുന്നില്ല എന്ന് സ്കൂളിൽ നിന്ന് ഫോൺ കോൾ വന്നതെന്ന് പറയുന്നത്. അപ്പം എല്ലാവരും കേട്ട് പപ്പി മോളെ കാണുന്നില്ല എന്ന ടെൻഷനിൽ താഴെ എല്ലാവരും നിൽക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും അറിയാതെ ശാലിനി മേളിൽ ശ്യാമയ്ക്ക് നോക്കാനുള്ള കാര്യമൊക്കെ ശ്യാമയെ നോക്കിയിട്ട് നേരെ സത്യമോളെ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ്, മോളെ അമ്മ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് വരത്തില്ല, അമ്മ ഗോവയിലേക്ക് അമ്മയ്ക്ക് ഒരു ക്യാമ്പുണ്ട്, ആ ക്യാമ്പിന് വേണ്ടി പോയിരിക്കും. സത്യമോൾ ഇങ്ങനെ നേരെ കാറിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ശാലിനി ആ കാറിനകത്ത് സത്യമോളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സത്യമോളോട് ശാലിനി സംസാരിക്കുന്നത്. അപ്പം സത്യമോൾ ചോദിക്കുവാണ്, അമ്മ എന്നാലും ഇന്ന് എന്നെ കൂട്ടാൻ വന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ മോളെ, എനിക്കൊരു ക്യാമ്പ് ഉള്ളതുകൊണ്ട് അമ്മ അങ്ങ് ദൂരെയാണ്, അമ്മ ഗോവയിലേക്ക് പോവാണ്, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അമ്മ വരത്തില്ല. മോൾക്ക് പിണക്കമൊന്നും ഇല്ലല്ലോ? ഈ കുഴപ്പമില്ല. അത് എന്തിൻ്റെ ക്യാമ്പ് അമ്മേ? ഒഫീഷ്യലാടാ, എൻ്റെ വർക്ക് സംബന്ധപ്പെട്ട സിവിൽ സർവീസിൻ്റെ ഓഫീസർമാരൊക്കെ ചെന്നുള്ള ക്യാമ്പെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും കുഴപ്പമില്ലാന്ന് സത്യമോൾ അതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഫോൺ വയ്ക്കും. അപ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞാൽ ഫോൺ വെച്ചതും ശാലിനിക്ക് ഒരു ഫോൺ കോൾ വരും. അപ്പം ശാലിനി എവിടെ വെച്ച് എന്ന് ശാലിനി അതുപോലെ ചോദിച്ചിട്ട് ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞത് ശാലിനി നേരെ ഇറങ്ങി പോകണം. അപ്പോൾ ശാലിനി വീട്ടിൽ നിന്ന് പോയ കാര്യം ഇതുവരെ സത്യഭാമ അറിഞ്ഞിട്ടില്ല. സത്യഭാമയാണെങ്കിലോ പിള്ളച്ചേട്ടനെ പറഞ്ഞിട്ട്, കാരണം വിഷ്ണുവിൻ്റെ കാലിപ്പോൾ അത്ര ശരിയല്ലല്ലോ, അങ്ങ് വരെ പോയി അന്വേഷിക്കുക. അതുകൊണ്ട് പിള്ളച്ചേട്ടനാണ് നേരെ പോയി സ്കൂളിൽ പോയി പപ്പിയുടെ കാര്യമൊക്കെ തിരക്കാനായി പോകുന്നത്. അപ്പോഴത്തേക്ക് നേരെ ശാലിനി ചെന്നെത്തുന്ന എവിടെയെന്നറിയോ? അമ്പലനടയിലാണ്. അപ്പോൾ അമ്പലനടയിൽ ശാലിനി നോക്കുമ്പോഴത്തേക്കും മെമ്പറും മറ്റ് 3 കുട്ടികളുടെ കൂടെ നമ്മുടെ പപ്പിമോൾ നിൽക്കുക. അപ്പോൾ പപ്പിമോൾ തെരുവിലൊക്കെ ഈ യാചിച്ച് പേടിച്ച് ആ പൈസയൊക്കെ ആയിട്ട് കാളിദേവി ക്ഷേത്രത്തിന് മുന്നിൽ ചെന്ന് കാളിയമ്മ പ്രീതിപ്പെടുത്തി ആ പൈസയൊക്കെ ആ ഭണ്ഡാരത്തിൽ ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ബാക്കി കൂട്ടുകാരായിട്ട് വന്ന് അത് കോളനിയിലെ കുട്ടികളാണ് കേട്ടോ. അവർക്കും പപ്പിമോളുടെ ആ സങ്കടം കേട്ടപ്പം പപ്പിമോളുടെ കൂടെ ചേർന്ന് തന്നെ പപ്പിമോളുടെ ആവശ്യത്തിന് വേണ്ടി അവരും കൂടെ യാചിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ യാചിച്ച പൈസയും പപ്പിമോൾ യാചിച്ച പൈസയൊക്കെ ആയിട്ട് ആ ഭണ്ഡാരത്തിലേക്ക് ഇടാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പം മെമ്പർ ഇതൊക്കെ ഭയങ്കര സ്നേഹത്തോടു കൂടി അങ്ങ് മാറി നിന്ന് നോക്കുകയാണ്. കാരണം കുട്ടികളുടെ മനസ്സ്, അവരുടെ വിശ്വാസം അതിന് മുറിവേൽപ്പിക്കാൻ പറ്റത്തില്ലോ. അപ്പോൾ ആ കുഞ്ഞു പ്രായത്തിൽ ആ കുട്ടികളുടെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടി ബാക്കി കുഞ്ഞുങ്ങൾക്ക് അതേ മനസ്സ് കാണിച്ചില്ലേ, അതൊക്കെ നോക്കി മെമ്പർ ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുമ്പോഴാണ് ശാലിനി വരുന്നത്. അപ്പോൾ നേരത്തെ ശാലിനിക്ക് വന്ന കോൾ എന്ന് പറയുന്നത് നമ്മുടെ സരോജ മെമ്പറിൻ്റെ കോളാണ്. കാരണം ഇനി മിസ്സിങ്ങാന്ന് വന്നിട്ടൊന്നും തേടി അന്വേഷിക്കണം, പപ്പിമോൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് ശാലിനിയാണ് ആദ്യം അറിയുന്നത്. പക്ഷേ ശാലിനി ഈ കാര്യം അറിഞ്ഞതൊന്നും അറിയാതെ സത്യഭാമയുടെ വീട്ടിൽ ഒടുക്കത്തെ അന്വേഷണമാണ് പപ്പിമോളെ കുറിച്ച്. അപ്പം സ്കൂളിൽ പോയിട്ട് നമ്മുടെ പിള്ളച്ചേട്ടൻ വന്നിട്ട് പറയുന്നത്, സത്യാമ്മേ സ്കൂളിൽ ഭയങ്കര പ്രശ്നം എന്നൊക്കെ വന്നിട്ട് അവിടെ പിള്ളച്ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യം സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. പിള്ളച്ചേട്ടൻ പറയുന്നുണ്ട്, സത്യാമ്മ സ്കൂളിൻ്റെ വാതിലിനകത്ത് അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ കുറച്ച് പേര് സംശയാസ്പദമായ സാഹചര്യത്തിലൊക്കെ കണ്ടെന്നാണ് പറയുന്നത്. ആ സമയത്ത് സ്കൂളുകാരൊന്ന് CCTVക്കകത്ത് വെറുതെ അവിടുത്തെ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നമ്മുടെ പപ്പിമോള് രാവിലെ തൊട്ട് സ്കൂളിൻ്റെ വാതിൽ യൂണിഫോമിൽ പതുങ്ങി നിന്നിട്ട് പിന്നെ അവിടുന്ന് എങ്ങോട്ടേക്ക് പോകുന്നേ കണ്ട്, എങ്ങോട്ടേക്ക് പോയടോ, അന്യ സംസ്ഥാന തൊഴിലാളികളോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതിക്ക് തന്നെ പീഡിച്ചങ്ങ് വിറച്ച് നിന്നാണ് സത്യഭാമയെ രാഘവനൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എന്നിട്ട് എന്തായടോ സ്കൂളുകാർ എന്ത് ഇനിഷ്യേറ്റീവ് എടുത്ത്? അപ്പോഴത്തേക്ക് സ്കൂളുകാർ പോലീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഏത് പോലീസ് സ്റ്റേഷൻ, താൻ അങ്ങോട്ടേക്ക് പോയില്ലെന്നൊക്കെ രാഘവനെ ചോദിക്കുമ്പോൾ ഈ പിള്ളച്ചേട്ടൻ പറഞ്ഞു, സാറേ കുഞ്ഞിനെ കാണുന്നില്ല, അന്യ സംസ്ഥാനക്കാരെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് പേടിച്ച് വിറച്ച് പോയി, ഞാൻ അതൊന്നും ചോദിച്ചില്ല, സ്കൂളുകാർ പറഞ്ഞു കാണും. എടോ ബാമേ, കാര്യം നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. അന്യ സംസ്ഥാനമൊക്കെ പറഞ്ഞാൽ ഇപ്പം കുട്ടി ചിലപ്പം ബോർഡർ കടന്ന് കാണും, നമ്മൾ പിടിച്ച അന്വേഷണമൊന്നും കാര്യമില്ല. നീ ഈ മണം
കൊണാപ്പനെയാണെന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് എടോ തനിക്ക് എന്താണ് ഈ പ്രായം എന്നെക്കാളും കൂടുതലുള്ള കൊണ്ട് തന്നെ ഞാൻ മുഖത്ത് നോക്കി ആട്ടുന്നില്ല, ഇങ്ങനെയാണോ സ്കൂളിൽ പോയിട്ട് കാര്യം അന്വേഷിച്ചുകൊണ്ട് വരുന്നത്? എടോ സ്കൂളുകാർക്ക് ഒരു ഉത്തരവാദിത്തം കാണില്ല. താൻ അവിടെ ചെന്നിട്ടല്ലേ സ്കൂളുകാർ പോലീസ് തന്നെ കംപ്ലയിൻറ്റ് ചെയ്തത്, അല്ലാതെ തന്നെ മുന്നേ അവർ വിളിച്ചല്ലോ. അവർക്ക് എത്രയോ പിള്ളേരെ കാണുന്നില്ല, സ്കൂളിൽ നിന്ന് മുങ്ങി നടക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി അത്രയേ ഉള്ളൂ നമ്മുടെ പപ്പി മോള്. അല്ല നമ്മൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ 1000 കേസിൻ്റെ ഇടയ്ക്കകത്ത് ഒരു കേസായിട്ട് ഇതിനെയും കൂടെ അങ്ങ് തള്ളിക്കളയത്തുള്ളൂ. നമ്മൾ അതിനൊരു പ്രസ് കൊടുത്തില്ലെങ്കിൽ അത് നടക്കത്തില്ല. ഇപ്പോഴത്തേക്കും ഭാമയ്ക്കാണെങ്കിൽ ഭയങ്കര അയ്യോ രാഘവേട്ടൻ എന്ത് വേണം ചെയ്യുന്നൊക്കെ വന്നിട്ട് അവിടെ രാഘവേട്ടൻ്റെ മുന്നിൽ എന്താണ് സത്യഭാമ ഒരറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ കാണിക്കുന്ന ശാലി എന്താണ് നേരെ വന്നത് ഈ മെമ്മൻ്റെ കൂടെ നിൽക്കുമ്പം ഈ നമ്മുടെ പപ്പിമോൾ എന്താണ് മുഷിഞ്ഞ വേഷം പോലെ ഇട്ടിട്ട് ഈ പൈസയൊക്കെ ആയിട്ട് എന്താണ് ഭണ്ഡാരത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന കാണുമ്പം ബാക്കിയുള്ള കുട്ടികളെ നിൽക്കുന്ന കാണുമ്പം ഈ ഭിക്ഷാടനത്തിന് പോയി അതായത് യാചിക്കാനൊക്കെ പോയെന്ന് കാണുമ്പം മെമ്പർ ഇതെന്തോ മെമ്പർ ഈ കാണിക്കുന്നത്, കുഞ്ഞുങ്ങളാണോ യാചിക്കാൻ പോയത്? മെമ്പർ ഇതൊക്കെ നിയമം വിരുദ്ധമായ കാര്യമോ? മാഡം ശാലിനി മാഡം, നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നിയമം കൊണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങളെയോ അവരുടെ വിശ്വാസത്തിനെയോ മനസ്സിനെയോ വികാരത്തിനൊന്നും തടയാൻ പറ്റത്തില്ലോ. നിയമത്തിനൊരു പരിധിയില്ല മാഡം. മാഡം അതേ മാനുഷിക വികാരം കൊണ്ടല്ലേ നിയമത്തിൻ്റെ കാര്യം പോലും മൈൻഡ് വയ്ക്കാതെ ഞങ്ങൾക്ക് പല സഹായം ചെയ്തു തരുന്നത്. അത്ര തന്നെ. അപ്പം പപ്പിമോളുടെ കാര്യം കേട്ടപ്പോഴത്തേക്കും അതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളല്ലേ, അവർക്കും അതേ സങ്കടം ഉൾക്കൊള്ളാൻ പറ്റി. അവർ പപ്പിമോളുടെ കൂടെ പപ്പിമോളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ഈ പ്രായത്തിലേ അവർക്ക് അതൊക്കെ പറ്റത്തുള്ളൂ മാഡം, കാരണം അതിനുള്ള മനസ്സൊക്കെ കാണുന്ന പ്രായം ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ ശാലിനി എന്താണ് നോക്കിക്കോ, തിരിച്ച് കടന്ന കൈയായിപ്പോയി. ഒരു അധികാരി എന്ന നിലയിൽ ഞാൻ പറയാനുള്ള കാര്യമൊക്കെ പറഞ്ഞ്, പക്ഷേ എന്താണ് മെമ്പറെ ഇതൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഷാനി അവിടെ ഇതാക്കുമ്പോഴത്തേക്ക് എന്താണ് ഷാനി അങ്ങ് മെമ്പർ എന്താണ് ഇതൊന്നും സാരമില്ല മാഡം, ഇതൊക്കെ അവരൊക്കെ ഒരു വിശ്വാസങ്ങളല്ലെന്ന് പറയുമ്പം നേരെ എന്താണ് ഈ പപ്പിമോളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഈ ഷാനി കാണുന്നത്. അപ്പം പപ്പിമോൾ എന്താണ് കാളിയമ്മേ അമ്മ വേഗത്തിൽ സുഖമാവണേ, അതായത് ശ്യാമയ്ക്ക് വേഗം സുഖം കിട്ടണമെന്നും അതുപോലെ തന്നെ എന്താണ് ശ്യാമയ്ക്ക് വേണ്ടി ശ്യാമയുടെ കുഞ്ഞേച്ചി എത്രയും പെട്ടെന്ന് തന്നെ വരണേ. സത്യാമ്മ കുഞ്ഞേച്ചിയെ കണ്ടിട്ട് ഒരു വഴക്കം പറയും, സത്യാമ്മ എന്താണ് അമ്മയുടെ കുഞ്ഞേച്ചിയെ സ്വീകരിക്കണേ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പം പപ്പിമോക്ക് വേണ്ടി തന്നെ ബാക്കിയുള്ള ആ സുഹൃത്തുക്കളായിട്ട് കുട്ടികളൊക്കെ ആ പൈസ എന്താണ് പിടിച്ചു കൊടുക്കാനും അവർ കൊടുത്ത പൈസയൊക്കെ ആയിട്ട് ആ വഞ്ചിയിലിടാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും മറ്റൊരു കുട്ടി വന്നിട്ട് ഈ പൈസ കൈ മേടിച്ചിട്ട് പപ്പി എൻ്റെ കയ്യിലേക്ക് തന്നു വന്നിട്ട് ആ പൈസയൊക്കെ ഇടാൻ വേണ്ടി സഹായിക്കുന്ന കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ശാലിനി അടുത്ത് വന്നിട്ട് പറയുക, മോളുടെ പ്രാർത്ഥനയൊക്കെ കേട്ടു, മോളുടെ പ്രാർത്ഥനയൊക്കെ ദേവി കേട്ടായിട്ട് എന്നോട് വന്ന് പറയാൻ പറഞ്ഞു. അതിന് സത്യയുടെ അമ്മ എങ്ങനെ അറിഞ്ഞ് ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം, മോളെ കാണുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞ്. അതെങ്ങനെ? ആ സത്യയുടെ അമ്മ വലിയ ഓഫീസറല്ലേ, പിന്നെ എങ്ങനെ അറിയാതിരിക്കും? അത്തനൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ അമ്മയുടെ കാര്യത്തിനെല്ലാം ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൈസയൊക്കെ എന്താണ് ആ വഞ്ചിപ്പെട്ടിക്കകത്ത് ഇടിപ്പിച്ചിട്ട് നേരെ എന്താണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ആ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കുട്ടി സഹായിക്കാൻ നിൽക്കുന്നില്ലേ, ആ സഹായിക്കാൻ നിൽക്കുന്ന കുട്ടി എന്താണ് മലർ. ആ മലർ എന്ന് പറഞ്ഞ കുട്ടിയാണ് ഷാനി അന്ന് എന്താണ് ആ കോളനിയിലേക്ക് ഈ ഒരു ഡെമോളിഷൻ വർക്ക് നടക്കുന്ന സമയത്ത് പോയില്ലെന്ന്, അതായത് ഈ പറയുന്ന ബാലചന്ദ്രൻ്റെ വക എന്താണ് JCB കൊണ്ടുള്ള ആക്രമണത്തിന് പോയ സമയത്ത് ഷാനി അവിടെ വന്നപ്പം തനിക്കും ഇതുപോലൊരു സിവിൽ സർവൻ്റ് ആവണമെന്ന് ആഗ്രഹം പറഞ്ഞ ആ ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ കാണുന്നു. അപ്പോൾ ആ കുട്ടി അതല്ലെന്ന് ഷാനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ആ കുട്ടിക്ക് എന്താണ് നല്ല ബെസ്റ്റ് വിഷസും കാര്യമൊക്കെ ഷാനി പറയുന്നുണ്ട്. അത് നല്ല മനസ്സ്. ഷാനി എന്താണ് പപ്പിമോളെ വിളിച്ചിട്ട് നമുക്ക് പോകാൻ വന്നിട്ട് പപ്പിമോളെ കൊണ്ട് ഷാനി അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ സത്യഭാമയുടെ വീട്ടിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ രാഘവേട്ട, എൻ്റെ പപ്പിമോക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. അതെ ഭാമേ, നീ ഇതേണ്ട കയ്യിൽ തന്നെ കാര്യം വെച്ചിട്ട് പുറത്ത് പോയി തേടുന്ന അവസ്ഥ നീ കാണിക്കില്ല. അതെ വീട്ടിൽ ഇരിക്കുന്ന ജില്ലാ കളക്ടറാണ്, അവളുടെ ഒരു കോൾ മതി ഈ നാട്ടിലെ സർവ്വ പട്ടാളങ്ങൾ ഇറങ്ങി ഒരുമിച്ച് എൻ്റെ കൊച്ചിന് വേണ്ടി എല്ലാ സ്ഥലവും ഒരുമിച്ച് സെർച്ച് ചെയ്യാൻ. അല്ല നീ ഇവിടെ നിന്ന് പറഞ്ഞിട്ടോ നീയോ വിഷ്ണു രോഹിത്തൊന്നും കൂട്ടിയെ കൂടുന്ന കാര്യമല്ല എന്ന് പറയുന്നതും സത്യഭാമ അതിന് തയ്യാറായി നിൽക്കുന്നതും. സത്യഭാമയുടെ മുന്നിൽ സത്യഭാമ എന്തുമാത്രം തരം താഴ്ത്താൻ ശ്രമിച്ചാണ് ശാലിനിയെക്കുറിച്ച് പറഞ്ഞത്. ശാലിനി ഒരു ആഫ്റ്റർ ഓൾ എന്നാണ് ഇനി ഇവിടുത്തെ ഒരു ജോലിക്കാരി എന്ന മട്ടി പറഞ്ഞ ശാലിനി വെറും ജോലിക്കാരിയല്ല. നിനക്കൊരു ആവശ്യം വന്നാൽ നിനക്ക് വേണ്ടി നിനക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളെല്ലാം എത്തിപ്പിടിക്കാൻ ഒരു ഫോൺ കോളിൽ സാധിക്കാൻ പറ്റുന്ന ഒരു ഓഫീസറും ഒരു ജില്ലയുടെ കളക്ടർ തന്നെയാണ് ശാലിനി എന്നുള്ളതിൻ്റെ ആ ഒരു മഹിമ എന്താണെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ സത്യഭാമയ്ക്ക് മനസ്സിലായി. സത്യഭാമ വളിച്ച് നിൽക്കുന്ന കാണിച്ചാണ് അടുത്ത കാണാൻ എപ്പിസോഡ് എൻഡിങ്. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സിനും ആരും മറക്കണ്ട. ബൈ.